അടിമാലിയിൽ വയോധികയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അടിമാലി പോലീസ് കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. തലയ്ക്കടിയേറ്റ് രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുര്യൻസ്പടിയിൽ താമസിക്കുന്ന ഫാത്തിമ കാസിമാണ് മരിച്ചത്. പ്രതികളെ സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു കൊലപാതക വിവരം പുറത്തറിയുന്നത്. അടിമാലി ടൗണിന് സമീപത്താണ് ഫാത്തിമ മകനോടൊപ്പം താമസിച്ച് വന്നിരുന്നത്. മകൻ ശനിയാഴ്ച പകൽ പുറത്തു പോയിരുന്നു. വൈകിട്ടോടെ തിരികെ എത്തിയപ്പോഴാണ് വീടിനുള്ളിലെ മുറിയിൽ ഫാത്തിമ രക്തത്തിൽ പുരണ്ട് മരിച്ചു കിടക്കുന്നത് കണ്ടെത്തിയത്. വീടിന്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. ഉടൻ വിവരം സമീപവാസികളെയും പോലീസിനെയും അറിയിച്ചു. രാത്രിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി. ഫാത്തിമയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ഇത് മരണത്തിനിടയാക്കിയതായാണ് വിവരം. മോഷണ ശ്രമമാകാം കൃത്യം നടത്തിയതിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. വയോധികയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല നഷ്ടമായിട്ടുണ്ട്. വിരൽ അടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. കൃത്യം നടത്തിയവരെ കണ്ടെത്താൻ പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു. വീട് വാടകയ്ക്ക് തിരയുന്നുവെന്ന രീതിയിൽ സ്ഥലത്തെത്തിയതായി പറയപ്പെടുന്ന ചില അപരിചിതരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രദേശത്ത് ദുരൂഹ സാഹചര്യത്തിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും കണ്ടതായി സമീപവാസികൾ പറയുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് കറക്റ്റ് 5 മണിക്ക് ഞങ്ങൾ മുനിയർക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ എന്നെ വിളിച്ചു, ഷാൽവി തിരക്കാണോ, ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് തിരക്കെന്നുകൊണ്ട് ഞാൻ പോയി. അപ്പോൾ ആ സ്ത്രീയും ആ പുരുഷനും അവിടെ ഇരുന്ന് ഞങ്ങളെ നോക്കി, തായി 3 പേരും കൂടി ഞങ്ങളെ നോക്കി ചിരിച്ച് കാണിച്ചു. ചിരിച്ചാൽ എനിക്ക് തിരക്കാൻ എൻ്റെ പേര് ഞാൻ പോവുകയാണ് ചെയ്തത്. പിന്നെ രാത്രി ഒരു 8 മണി 8:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം എന്നെ മരിച്ചു എന്നുള്ളത്. അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത്. ഇവർ 4-5 ദിവസമായിട്ട് ഇതിലെ യാത്രയുണ്ട്. ഓരോ വീടുകളിലെ ഓരോ ലൊക്കേഷൻ അവർ മനസ്സിലാക്കി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഒരു 2-3 ദിവസമായിട്ട് അവരിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരു വീട് വാടകയ്ക്ക് ആശുണ്ടെന്ന് പറഞ്ഞ് കിടന്ന് കറങ്ങുന്നുണ്ട്. ചെറിയ ഊടുവഴി എല്ലാ വഴികളിൽ കൂടെ അവർ അതിലേക്ക് കിടന്ന് വഴികളെല്ലാം പഠിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ തന്നെ ഞങ്ങൾ ഈ കൃത്യം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് അവർ ഈ സ്ഥലത്ത് ഈ വീട്ടിൽ വെച്ചിട്ട് അവരെ കണ്ടതാണ്. 3 പേരോട് കൂടി ഇരുന്ന് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഈ സംഭവം. ഇവരുടെ സാന്നിധ്യം ചില ദുരൂഹതകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. സമീപത്തെ ചില ആളുകൾ നൽകിയ വിവരങ്ങളും മറ്റ് ചില സൂചനകളും CCTV ക്യാമറകളുമൊക്കെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. വൈകാതെ കൃത്യം നടത്തിയവർ ആരെന്ന് കണ്ടെത്തി ഇവരിലേക്ക് എത്തിച്ചേരാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പ്രതികളെ സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, അടിമാലി.